ഇപ്പം വാട്സപ്പിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയിലോട്ട് ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇമോജിയോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് അത് ചെയ്യണം എന്നില്ല. വാട്സപ്പ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലോട്ട് എങ്ങനെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഇമോജി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ ഫോട്ടോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. ഒന്നുകിൽ ഈ ഒരു ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്ന് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറ അല്ലെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഗാലറി സെലക്ട് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ ഇമോജീസോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റിക്കർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്റ്റിക്കറിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഇത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മുകളിൽ ഡിലീറ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിലോട്ട് നീക്കിയാൽ അത് ഡിലീറ്റും ആവുന്നതായിരിക്കും. ഇനി ഇമോജീസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റിക്കേഴ്സിൻ്റെ ഇപ്പുറത്ത് ഇമോജി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഇമോജി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇമോജി സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻഡ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഇമോജിയുമായിട്ടുള്ള ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇമോജീസ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.